Every man is the architect and creator of his own life. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. Okay. Once again, good evening, everyone. Good morning to all my YouTube video viewers. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഏറെ സന്തോഷത്തോടെയും സംതൃപ്തിയോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 4 ദിവസത്തെ ഒരു യാത്ര കഴിഞ്ഞ് ഇന്ന് രാവിലെ 6:30 മണിക്കാണ് എത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല. ഇന്ന് രാവിലത്തെ മെഡിറ്റേഷനും നിങ്ങൾ ചെയ്തു, ഞാൻ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം ബൗദ്ധ പൗർണമി ദിവസമാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന പൗർണമി മെഡിറ്റേഷൻ ദിവസമാണ്. അപ്പോൾ നേരത്തെ ഞാൻ യൂട്യൂബിൽ ലൈവ് വന്നിരുന്നു മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട്. അതിൽ ജോയിൻ ചെയ്യാത്ത, നേരത്തെ യൂട്യൂബ് വീഡിയോ കാണാത്തവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ. മെഡിറ്റേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ബൗദ്ധ പൗർണമി മെഡിറ്റേഷനും. മെഡിറ്റേഷൻ എല്ലാവരും ചെയ്യണം എന്ന് മാത്രമാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി ആരും ഇരിക്കരുത്. ചെയ്യണം, വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് എന്ന് ഒന്ന് ആമുഖത്തിൽ പറഞ്ഞു പോവാണ്. ബാക്കി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്താ പറയാ, എപ്പോഴും നമ്മൾ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും ഐശ്വര്യത്തിലേക്കും വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ എപ്പോഴും കാക്ഷിക്കുന്നതും എപ്പോഴും പോകുന്നതും അതിലേക്കാണ്. പക്ഷെ ചില സമയത്ത് ഇതൊക്കെ കൈവിട്ടു പോയി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഞാനൊരു ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു വോയിസ് ജസ്റ്റ് കേൾക്കുകയായിരുന്നു, വാട്സപ്പിൽ വന്നേ. ആ വോയിസിൽ പറഞ്ഞത് ഇത്രയാണ്. ആളെന്ന് എനിക്ക് മനസ്സിലായില്ല. വോയിസിൽ പറഞ്ഞോളൂ, സാറേ ഒന്ന് സഹായിക്കണം, കൂട്ടുകാരികളാണ് എന്നെ പറ്റിക്കുന്നത്, അവരൊരിക്കലും അങ്ങനെ പറ്റിക്കുമെന്ന് കരുതിയിട്ടില്ല. എൻ്റെ എന്തോ നഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് കാര്യം നഷ്ടപ്പെട്ടു. കൂട്ടുകാരികൾ എല്ലാവരും എന്നെ പറ്റിക്കുകയാണ്, ആ പറ്റിക്കുന്നതിലാണ് നഷ്ടപ്പെടുന്നത്, അതിലാണ് ഞാൻ പെട്ടുപോയത് എന്നൊക്കെ ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അത് അങ്ങനെ സംഭവിക്കുന്നത്? കൂട്ടുകാരികളെല്ലാം എന്നെ പറ്റിക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? അപ്പൊ കൂട്ടുകാരികൾ എല്ലാവരും നമ്മളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ കൂട്ടുകാരികളുടെ വിഷയം അല്ല മറ്റെന്തെങ്കിലും ആയിരിക്കുമോ എന്നൊന്ന് വിശകലനം ചെയ്തെടുക്കണം. ഈ തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ കേട്ടതുകൊണ്ട് പറയാം. ഞാൻ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, ഏകദേശം ഒരു വർഷത്തോളമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നിരന്തരമായി എല്ലാ ക്ലാസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എങ്ങോട്ട് പോകണം എന്ന ഒരു തീരുമാനമില്ലാത്ത ഒരാൾക്ക് യാത്ര ഭയങ്കര ദുഷ്കരമായിരിക്കും എന്നുള്ളത്. ലളിതമായി പറഞ്ഞതാണ്, എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയമില്ലാത്തൊരു യാത്രക്കാരന് യാത്ര ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായ വിഷയം ഉള്ളതായിരിക്കും. പക്ഷെ എവിടേക്ക് പോകണമെന്ന് കൃത്യമായ ധാരണയുള്ളവന് വഴിയിലുള്ള ഒരു പ്രതിബന്ധങ്ങളും വിഷയങ്ങളേ ആയിരിക്കില്ല എന്നുള്ളത്. ഇത് നമ്മളെ എല്ലാവരെയും വലക്കുന്ന വലിയൊരു വിഷയമാണ് എന്ന തിരിച്ചറിവും. രണ്ടാമത്, വാക്കുകളുടെ ശക്തിയെപ്പറ്റി ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത്. വാക്കുകളെ ശക്തിയെപ്പറ്റി കൃത്യമായി ബോധമുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മളുടെ വാക്കുകളിൽ നിന്നാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകളിലൂടെയാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. അപ്പോൾ ജീവിതം രൂപപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ പെടുത്തണമെങ്കിൽ വാക്കുകൾ മാറ്റിയേ പറ്റുള്ളൂ. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന പുസ്തകത്തിൽ ഞാൻ 21 ദിവസം മുഴുവനായിട്ട് സംസാരിക്കുന്നതിന്റെ കോൺസെപ്റ്റ് വിവേകപൂർവം ചിന്തിക്കൂ, വിവേകപൂർവം ജീവിക്കൂ എന്നുള്ളതാണ്. ഇത് ആർക്കും ചെലവൊന്നുമില്ല. വിവേകപൂർവം ചിന്തിക്കാനായിട്ട് പ്രത്യേകിച്ച് 10 പൈസ ചെലവുള്ള പരിപാടിയല്ല. വിവേകപൂർവം ജീവിക്കാനും 10 പൈസ ചെലവില്ല. പക്ഷെ വിവേകപൂർവം ജീവിക്കാതെ, ചിന്തിക്കാതെ വിവേകപൂർവം ജീവിച്ചാൽ, വിവേകപൂർവമല്ലാതെ ജീവിച്ചാൽ ഒരുപാട് കാശ് ചെലവ് വരുന്ന വഴിയുമുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. വിവേകപൂർവം ചിന്തിക്കാനോ വിവേകപൂർവം ജീവിക്കാനോ പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. പക്ഷേ വിവേകപൂർവം ചിന്തിക്കാതെ
വിവേകപൂർവം പ്രവർത്തിക്കാതെ ജീവിച്ചാൽ ചെലവ് ഉണ്ടാകും. ഇതൊന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോയാൽ മതി. എന്തോ ഒരാൾ പറയുന്നു, സാറെ GPay ചെയ്യുന്ന നമ്പർ ഉടനെ വിളിച്ചിട്ട് വേണോ സാറെ? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ GPayയിൽ അയച്ചോളൂ, എന്നിട്ട് അഡ്മിൻ നമ്പറിലേക്ക് ഇത് അയച്ചോളൂ. അഡ്മിൻ നമ്പർ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, 7510792454. ആ നമ്പറിലേക്ക് പൈസ അയച്ചാലും മതി, അഡ്മിൻ നമ്പറിലേക്ക് പൈസ അയച്ചാലും മതി. സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വിളിച്ച് സമയം കളയണ്ട, അവർക്ക് തിരക്കായിരിക്കും. നിങ്ങൾ പേയ്മെന്റ് 222 റുപ്പീസ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മാത്രം മതി. ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനേക്കാൾ മുമ്പായിട്ട് ഇവിടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും അല്ലെ? കുറെ ദിവസത്തിന് ശേഷം 2-3 ദിവസത്തെ ഹാപ്പിനെസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാനല്ലേ? ഇപ്പൊ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് സെഷനിൽ സംസാരിക്കാം. ഒന്നും മിറാക്കിളുകൾ സംഭവിച്ച ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഹാൻഡ് റൈസ് ചെയ്യാൻ അറിയാലോ, ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ഓപ്ഷൻ തരാം. പെട്ടെന്ന് സംസാരിക്കണം, ഇന്ന് സമയം കുറച്ച് കുറവാണ് നമുക്ക്. പറഞ്ഞോളൂ, ആർക്കെങ്കിലും മിറാക്കിൾ പറയാനുണ്ടോ? പറഞ്ഞോ ശോഭ. സാറേ ഞാൻ വെൽത്ത് മെഡിറ്റേഷൻ ചെയ്തിരുന്നേ. സാറേ കേൾക്കാമോ? കേൾക്കാം സാറേ. കേൾക്കാം. സാറേ ഞാന് ഇന്നെന്റെ ജന്മദിനമാണ്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. സാറേ എന്റെ മകൾ ഇന്ന്, താങ്ക് യു സാർ. എന്റെ മകൾ ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ജീവിതത്തിൽ ആദ്യമേന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഒരുപാട് സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിച്ച്. ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത് ചിലപ്പോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാകും, അതുകൊണ്ടാണ്. ഒരു കുബേരന്റെ ആണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. കേക്കാവോ സാറേ? വെരി ഗുഡ്, വെരി ഗുഡ്. കേൾക്കാം. കുബേരന് ഗിഫ്റ്റ് കിട്ടി ആദ്യമായിട്ടല്ലേ? അതെ, എന്റെ മകൾ എനിക്ക് സമ്മാനിച്ചതാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു സാറേ. ഞാൻ വെൽത്ത് മെഡിറ്റേഷൻ ചെയ്തിരുന്നു. അതിന്റെ ആദ്യത്തെ ദിവസം എനിക്ക് നന്നായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയത് ഇതാ സാറേ, ഇതാണ്. ഞാൻ കണ്ടിരുന്നു, അതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അപ്പോഴേ വെൽത്ത് മെഡിറ്റേഷൻ ചെയ്തതിന്റെ അന്ന് ആദ്യത്തെ ദിവസം എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ശകലം വിഷമമൊക്കെ ഉണ്ടായി. എങ്കിലും രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം എനിക്കൊരു മെസ്സേജ്, ചേച്ചി അക്കൗണ്ട് നമ്പർ ഇട്ടേര്, പിന്നെ ഞാൻ കാശ് അയക്കാവെന്നും പറഞ്ഞോണ്ട്. എനിക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഇത് വന്നതാ. അപ്പോഴേ ഞാനിത് ആരോടും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ മകളോടൊന്നും പറഞ്ഞില്ലായിരുന്നു. വെൽത്ത് മെഡിറ്റേഷനാണ് ഞാൻ ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, മോനെ ഞാൻ ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തത് ഇതിനായിരുന്നു, കണ്ടോ, എനിക്ക് എന്റെ അക്കൗണ്ടിൽ പൈസ ഇപ്പം വരുന്നത് കണ്ടോന്ന് ചോദിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ പൈസയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇത് വിജയരഹസ്യം, ജീവിത വിജയരഹസ്യം, അതിന്റെ പിന്നെ ഇത് കയറാനായിട്ട് പൈസയൊക്കെ വരുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവാക്കുന്നുണ്ടത്. അപ്പൊ എന്റെ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുള്ളു. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് 10-ാം തീയതി ആണല്ലോ, എന്റെ അക്കൗണ്ടിൽ പൈസ കുറവ് ആണല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. അപ്പൊ ഉണ്ട്, അപ്പൊ തന്നെ എനിക്കൊരു 5000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. എന്തൊരു അത്ഭുതം പോലെ. എന്താ എനിക്ക് കിട്ടുന്ന, അങ്ങനെ ഓരോ ദിവസവും എന്റെ ആവശ്യം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ എനിക്ക് പൈസ ആയാലും എന്ത് കാര്യമായാലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലത് മാത്രം എനിക്ക് സാറിനെ കണ്ടുമുട്ടിയതിന് ശേഷം അനുഗ്രഹങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് എങ്ങനെ സാറിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ ഞാൻ ജോലിയൊക്കെ നിർത്തി, കുവൈറ്റ് നിൽക്കുന്ന സമയത്ത് ജോലിയൊക്കെ നിർത്തി തിരിച്ചു പോരാൻ, ജോലി നിർത്തി, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞാൻ തിരിച്ചു പോരാനിരുന്ന സമയത്താണ് സാറിന്റെ വീഡിയോ ഞാൻ കാണുന്നത്. അന്ന് തൊട്ട് അത് കണ്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ യൂട്യൂബിൽ തന്നെ ഞാൻ കമന്റ് ചെയ്ത്, എനിക്ക് ഇപ്പോഴൊരു എനർജി എനിക്ക് ഉണ്ടായി എന്ന് ഞാൻ എഴുതി. അത് കഴിഞ്ഞാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത്.
വന്നതിന് ശേഷം എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല സാറേ. അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ നിമിഷം വരെ. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഡൗൺ ആയി, എന്നാലും ഞാൻ കയറി വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല അനുഗ്രഹങ്ങൾ മാത്രം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് 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 നന്ദി. എല്ലാവർക്കും സന്തോഷം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എല്ലാവർക്കും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് തിരക്കുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് ഇതുകൊണ്ടാണ്. പല സന്ദർഭങ്ങളിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് തന്നെ ക്ലാസ് എടുക്കാതെ എന്റെ എനർജി കുറയുന്ന അവസ്ഥ. അതുകൊണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവർക്കും ഉണ്ട്. വെൽത്ത് മെഡിറ്റേഷൻ ക്ലാസ് ഇനിയും ഉണ്ടാകുമോ? ചോദ്യം ഉണ്ടാകും, സ്വാഭാവികമല്ലേ. നമ്മളെല്ലാം 2020 വെൽത്ത് മെഡിറ്റേഷൻ, ഓപ്പൺ അപ്പ് നോ മെഡിറ്റേഷൻ, ഓപ്പൺ അപ്പ് നോ ജോബ് മെഡിറ്റേഷൻ, അതെല്ലാ മെഡിറ്റേഷൻസും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഓരോന്നോരോന്ന് മാറി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നോൺ വറി, എല്ലാം ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ മാക്സിമം സമയം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ, അഫർമേഷൻ പുസ്തകം. ഹലോ സർ, അടുത്ത ആൾ പറഞ്ഞു. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് സാറോട് അത് ചോദിച്ചത്. ഞാനായിരുന്നു അതിപ്പോ ഇട്ടത്, മെസ്സേജ് ഇട്ട്. നോ പ്രോബ്ലം. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. ഇനി ആരാ സംസാരിക്കാനുള്ളത്? ഹലോ സർ. പറഞ്ഞു. സാർ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അമ്മയുടെ ബയോപ്സി ഇന്ന് റിസൾട്ട് വന്നു. ബയോപ്സി അത് നെഗറ്റീവാണ്, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമായി. സാർ എന്ന് പറഞ്ഞപ്പോൾ അത്രയധികം എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞല്ലോ ഒന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്കൊന്നുമില്ല. പക്ഷെ ഇപ്പം ബെഡിലാണ്. അത് മാത്രം നമുക്ക് ആ റീസൺ അറിഞ്ഞിട്ടില്ല. ശരിയായ എന്താന്ന് പ്രോബ്ലം എന്ന് മനസ്സിലായില്ല. വ്യാഴാഴ്ച എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. റിസൾട്ട് എല്ലാം എടുത്തിട്ട് ഡോക്ടറെ ഞാൻ വിളിച്ചായിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോ അതെന്താന്ന് അമ്മക്ക് 74 വയസ്സ്. പെട്ടെന്നാണ് ജനുവരി ലാസ്റ്റ് മുതലാണ് അമ്മ ഇങ്ങനെ ഒരു സിംറ്റം കണ്ട്. ഫെബ്രുവരി ഇപ്പം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം അമ്മ ഇപ്പം ഞാൻ എൻ്റെ സഹായത്താലേ എണീക്കുന്നുള്ളൂ. ബെഡിൽ തന്നെയാണല്ലോ. അങ്ങനെ വീൽ ചെയറിൽ ഇരുന്നിട്ട് സെൻട്രൽ ഹാളിലൊക്കെ വന്ന് അങ്ങനെ നിൽക്കുമല്ലാതെ അവർ ആയുർവേദ മെഡിസിൻ എടുത്തായിരുന്നു. അതാന്ന് എല്ലാ ഡോക്ടറും പറയുന്നുണ്ട്. മംഗലാപുരത്തൊന്നും കോഴിക്കോടൊന്നും എല്ലാം ചോദിച്ചിട്ടുണ്ട്. പച്ചില മരുന്നും ആയുർവേദം എടുത്തിനും അങ്ങനെ എടുത്തിട്ടുണ്ട് അവര്. അത് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അവർക്ക് ഇങ്ങനെയെല്ലാം പ്രോബ്ലം വന്ന്. അമ്മയുടെ ഞാൻ രല്ലജ. കണ്ണൂരാണോ നിങ്ങള്? രല്ലജ. കണ്ണൂരാണോ? കണ്ണൂരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണൂരാണ്. എന്താണ് സംഭവിക്കുന്നത്? അമ്മക്ക് എഴുന്നേക്കാനേ പറ്റുന്നില്ല? ഇല്ല, ഹെൽപ്പ് വേണം എഴുന്നേക്കായ. പിന്നെ വയറ്റിലൊരു നീര് കാണുന്നുണ്ട്. അതിന്റെ പ്രോബ്ലം ഒന്നും ശരിക്കും മനസ്സിലാകുന്നില്ല. അവരെല്ലാരും CT ചെയ്തു, പെറ്റ് സ്കാൻ ചെയ്തു, ഇപ്പം ബയോപ്സി ചെയ്തു. അതിലൊന്നും എല്ലാം നെഗറ്റീവാന്ന് ഇപ്പൊ കണ്ട്. പക്ഷെ എങ്കിലും വയറ്റിൽ നീരുണ്ട്. നീര് 3 പ്രാവശ്യം കുത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ശ്വാസം മുട്ടൽ വരുന്നത്. ചെസ്റ്റിലെല്ലാം ബാക്കിയെല്ലാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എഴുന്നേൽക്കുന്നതിന് വിഷയം മാത്രമാണോ? ബാക്കി പ്രവർത്തനങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതൊക്കെല്ലാം ഇത് ബാക്കി ഭക്ഷണം കഴിക്കാൻ നല്ലോണം കഴിക്കുന്നില്ല. കുറച്ച് കഞ്ഞി മാത്രം, അങ്ങനെ ഓട്സ് കഞ്ഞി കഴിക്കും. കുറച്ച് കഴിക്കുമ്പോ തന്നെ വയറ് നിറയുന്ന പോലെ ഫീൽ ചെയ്യുന്നു. വയറിങ്ങനെ ഉണ്ട്, വണ്ണം ഉണ്ട്, അവർക്ക് നീരുള്ളുണ്ട്, കുറച്ചുണ്ട്. നിങ്ങളെ കൂടെയാണോ താമസം? എന്റെ കൂടെയാ താമസം. ഞാൻ ഒറ്റ മോളാണ്. എന്റെ കൂടെയാ താമസം. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ KG ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൊറോണ കഴിഞ്ഞേരെ പോയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞേ? ഹോസ്പിറ്റലിൽ വ്യാഴാഴ്ച. അത് ഞാൻ എന്നോട് മാത്രം പോകാനാ പറഞ്ഞേ. റിസൾട്ട് എല്ലാം എടുത്തിട്ട് റീചാർജ് ബുക്കെല്ലാം എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഇനിയുള്ള അടുത്ത ട്രീറ്റ്മെന്റ് എന്താന്ന് എങ്ങനെയാന്ന് അറിയില്ല. ഒന്ന് കൺസൾട്ട് ചെയ്യുന്ന. പറ്റുമെങ്കിൽ ഒന്ന് അഡ്മിനെ വിളിച്ചിട്ട് ഒന്ന് ഒരു ടൈം എടുക്കോട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ താങ്ക് യു സർ. ആനന്ദവല്ലിയാണേ. ആനന്ദവല്ലിയാണ് സാറ്. ആനന്ദവല്ലി സാറേ. അതെ, എന്റെ മോൾക്ക് UK ഈ 20-ാം തീയതി, മെയ് 20-ാം തീയതി ഗവൺമെന്റ് ജോലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിന് സാറിന്റെ ബ്ലെസ്സിങ്. ഓക്കെ, തീർച്ചയായിട്ടും.
UK 20-ാം തീയതി അല്ലേ? സമയമുണ്ട്. മെയ് 20-ാം തീയതി. ഓക്കെ, സമയമുണ്ട്. സന്തോഷം. സാർ ഞാൻ താങ്ക് യു സർ. ഹലോ സർ. മാധവൻ ഹലോ സർ, സുധയാണ്. മഹേശ്വർ. മാധവ് മഹേശ്വർ സംസാരിച്ചു. ബാക്കിയെല്ലാം അൺമ്യൂട്ട്. മാധവ് മഹേശ്വർ അതാരാ? ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിച്ചോ. ഇല്ലേ? ഓക്കെ, എന്നാ അടുത്ത ആരാ പറഞ്ഞോ. സാർ ഞാൻ വത്സലയാണ്, വത്സല പറഞ്ഞു. വീഡിയോ ഓഫ് ചെയ്തോ? പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കരണ്ടും പോയി. ഒന്നും സാറിനോട് ഒരു ദിവസം സാറിനോട് പറഞ്ഞിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. ഹലോ സർ. സർ, എനിക്ക് ബുക്ക് കിട്ടി സർ. 2 ദിവസമായി ബുക്ക് കിട്ടിയിട്ട്. പിന്നെ മകൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ ബുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. നാളെ ഞാൻ നാട്ടിൽ പോവാണ് സർ. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്ക്. എന്താ സർ? എത്തി സർ, എത്തി. നാളെ ഞാൻ നാട്ടിൽ പോകും. നാളെ 12 ട്രെയിനിനാണ് പോണത്. അപ്പൊ പോയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സർ. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് 13-ാം തീയതി ഞാൻ നാട്ടിലേക്ക് പോകുമ്പോ എനിക്ക് എന്നെ കേക്ക് വേണം എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സർ. കിട്ടിക്കഴിഞ്ഞതിന് നന്ദിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാറിന്റെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. ഓക്കെ സർ. ബുക്ക് കിട്ടിയതിന് സാർ, അത് പിന്നെ എന്റെ മോക്ക് പിന്നെ UK-ലായിരുന്നു, അയർലൻഡിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം വളരെ ഒരു അവനുമായിട്ട് ഭയങ്കര പ്രശ്നമായി, മാനസിക പ്രശ്നത്തിലായി. ഇപ്പം ഡിപ്രഷനില്ല. അപ്പം മെഡിസിൻ കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലായതാണ്. സാർ ഒന്ന് എന്തെങ്കിലും ചെയ്തു തരാമോ? ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സാർ. ഇവിടെ ഉണ്ട്. മകൾക്ക് ഒന്ന് ക്ലാസ് കേൾപ്പിച്ചോ? അതൊന്നും കേൾക്കൂല സാറേ. മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇപ്പം മകൾക്ക് ഒന്ന് നിങ്ങളെ മകൾ ഇരിക്കുന്ന സമയത്ത് ഇത്തരം ക്ലാസ് കേൾപ്പിച്ചു കൊടുക്കൂ. കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു നോക്കുക. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്മിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം ആളോട്. എന്താണ് വിഷയം, എന്താണ് സംഭവിക്കുന്നതെന്ന് എക്സ്പേർട്ടായ കൗൺസിലേഴ്സ് വഴി നമ്മുടെ ഈ കാര്യങ്ങൾ നോക്കാം. അത് പറ്റുവാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ആള് തീരെ റിജക്ഷൻ മൂഡിലാണെങ്കിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. തീരെ റിജക്ഷൻ മൂഡിലല്ല ഉള്ളതെങ്കിൽ നമുക്ക് സൈക്കാട്രിനെ കാണിച്ച് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. എന്താണ് ആളുടെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. അഡ്മിനെ വിളിച്ച് അഡ്മിനോട് സംസാരിച്ചു നോക്കൂ. നിങ്ങളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് സംസാരിച്ചാൽ എന്തെങ്കിലും ചെയ്യുമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അപ്പോയിന്റ്മെന്റ് സമയത്ത് തരും കേട്ടോ. ശരി, ബാക്കി പിന്നെ പറയാം. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം നമുക്ക്, അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിലേക്ക് അടുക്കൂല. അപ്പൊ എല്ലാവരോടും സംസാരിക്കാൻ നമുക്ക് മാക്സിമം സമയം തരുന്നുണ്ട്. അതിൽ കൂടുതലാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നടക്കൂലല്ലോ അല്ലെ. അപ്പോ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം നമുക്ക് അല്ലെ. ഇന്നത്തെ പോയില്ല അല്ലെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. എന്താണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ വൈബ്രേഷണൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ചില തത്വങ്ങളാണ്. എന്താണ് മെഡിറ്റേഷൻ കൊണ്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ മെഡിറ്റേഷനിലൂടെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? എല്ലാവരും പറയുന്നു വെൽത്ത് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ സാറേ കാശ് കിട്ടി, പണം കിട്ടി. 2020 ചെയ്തപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ജോബിന്റെ മെഡിറ്റേഷൻ, അപ്പനപ്പുറം ജോബ് ചെയ്തപ്പോൾ ജോബിന്റെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ജോലി ലഭിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടുത്തെ മെഡിറ്റേഷനെ പറ്റിയും അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ഗുരുക്കന്മാരുടെ മെഡിറ്റേഷൻസുകളുണ്ട്. എന്താണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്, നമുക്ക് സംഭവിക്കുന്നതെന്നും എന്താണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണമെന്നും, അല്ലെങ്കിൽ എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ
അത് നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും, അതുകൊണ്ട് എനിക്കത് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നിങ്ങളെങ്കിൽ ആദ്യം തന്നെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളൂ. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം അല്ലെ? തീർച്ചയായിട്ടും എടുക്കൂ, ടാബ്ലറ്റ്സ് എടുക്കൂ, മറക്കണ്ട. യെസ്, വരട്ടെ, എല്ലാരും വരട്ടെ. ടാബ്ലറ്റ്സ് എല്ലാരും കഴിച്ചോളൂ. യെസ് 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 യെസ്. നമ്മളിപ്പോ മറ്റൊരു കാര്യം കൂടി അതിന് കൂടെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, നമ്മൾ രാവിലത്തെ മെഡിറ്റേഷൻ ഇപ്പൊ 2 പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അഡ്വാൻസ് മെഡിറ്റേഷൻ കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറെ മാസങ്ങളായിട്ട് നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്ന അതിൽ നിന്നും ഒരു സെറ്റായ ആൾക്കാർ നമ്മൾ അഡ്വാൻസ് മെഡിറ്റേഷനിലേക്ക് മാറ്റുന്നുണ്ട്. മറ്റെന്ന് വെച്ചാൽ അതിന്റെ രീതി വ്യത്യാസം. അഡ്വാൻസ് മെഡിറ്റേഷൻ മറ്റൊരു ഇതിലാണ്. അപ്പൊ നമ്മൾ ഈ മെഡിറ്റേഷൻ ഇനി പോകുന്നത് ബേസിക് മെഡിറ്റേഷൻ, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഇങ്ങനെയാണ് മെഡിറ്റേഷൻ ഇനി പോകാൻ പോകുന്നത്. അപ്പൊ മാക്സിമം മെഡിറ്റേഷൻ കൃത്യമായി മെഡിറ്റേഷൻ പഠിക്കുക എന്നല്ല പറയാം, സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ച് ഇത് ലെവൽ മാറിക്കൊണ്ടേയിരിക്കും. അത് ശരിക്കും പഠിക്കാനുണ്ട്. മെഡിറ്റേഷൻ പഠിച്ച് തന്നെ ചെയ്യാനുണ്ട്. പഠിച്ച് അറിഞ്ഞ് പ്രാവർത്തികമാക്കി പ്രാക്ടീസ് ചെയ്യേണ്ട സാധനമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കൂടുതൽ പറയാൻ ഞാൻ അതിന്റെ എന്താ പറയാ, വലിയ ഗുരു ഒന്നുമല്ല. മെഡിറ്റേഷൻ ഗുരുക്കന്മാർ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന ഇതിന്റെ തത്വങ്ങളാണ്. ആ തത്വങ്ങളെയാണ് ഞാൻ പറഞ്ഞു തരിക. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് മാറ്റമുണ്ടാക്കുന്നത്, എവിടെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ചോദ്യം വന്നത്, സാർ കോൾഡ് ഉള്ളപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം. കോൾഡ് ഉള്ളപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെയ്യാൻ നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയം. നമുക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അത്ര സുഖകരമായി പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡെയിലി മെഡിറ്റേഷൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആണ് അടിസ്ഥാന ഘടകം, അപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്നത് ഫ്രീക്വൻസി മെഡിറ്റേഷൻ ആണ്, അതായത് ശബ്ദമാണ്. അപ്പൊ ശബ്ദത്തിനകത്ത് നിങ്ങളുടെ വലിയ വിഷയമല്ല, ഡയറക്റ്റ് ബ്രെയിനിലേക്ക് ശബ്ദവീജികൾ കടത്തിയിട്ടാണ് മെഡിറ്റേഷൻ നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ അവിടെ വിഷയമില്ല. ഇപ്പൊ നടക്കുന്ന പൗർണമി മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല, ചെയ്യാം. സാർ ഞാനൊരു മെഡിറ്റേഷൻ ചെയ്യാറില്ല, എനിക്ക് എന്തോ വല്ലാത്ത മടിയാണ്, മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, ഒന്നിനും കഴിയുന്നില്ല, ദുബൈയിലാണ് സാർ, എനിക്ക് നല്ലൊരു അഡ്വൈസ്. യെസ്, അത് തന്നെയാണ് വിഷയം. മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. മെഡിറ്റേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ആവശ്യം വരണം, നമുക്ക് തോന്നൽ വേണം. മടി എന്ന് പറയുന്നത് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിൽ പറയുന്ന 10 മാലിന്യങ്ങളിൽ ഏറ്റവും പ്രബലനും ഏറ്റവും ശക്തിമാനും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ദുർനടപ്പുകാരനുമായ ഇതിനെയാണ് മടി എന്ന് പറയുന്നത്. അപ്പൊ മടി എപ്പോഴാണ് മടി മാറുക എന്നറിയോ? ഈ മടി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സത്യമല്ലാത്ത അവസ്ഥ കേട്ടോ. കാരണം ആരെങ്കിലും, ഞാൻ ഇതേ ചോദ്യം പണ്ടൊരാൾ ചോദിച്ചപ്പോ എന്നെ ഒരാൾ കുഴക്കിയിരുന്നു, മടി കൊണ്ട് ഭക്ഷണം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ ബ്രീത്തിങ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ എന്താ പറയാ ഏതെങ്കിലും അങ്ങനെയുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മടി യഥാർത്ഥത്തിൽ അതൊരു തോന്നലാണ്. കാരണം ഏതോ ഒന്ന് കാര്യം ചെയ്യാതിരിക്കാൻ മനസ്സ് കണ്ടെത്തുന്ന ഒരു കാര്യം മാത്രമാണ് മടി. അല്ലാതെ മടി കൊണ്ട് ചെയ്യാതിരിക്കുന്ന. എന്നാ പിന്നെ ഒരു കാര്യം, എനിക്ക് ഭയങ്കര ഈ മടി, ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യാൻ മടിയാന്ന് പറഞ്ഞ വളരുടനുള്ള ചോദ്യമാണ്. എനിക്ക് ഭയങ്കര മടിയാണ് ബ്രീത്ത് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാനത് നിർത്തിവെക്കുകയാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ആളുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, അങ്ങനെ ഒരാൾ പറ്റില്ലല്ലോ അല്ലേ. അപ്പോ മെഡിറ്റേഷൻ, അതുപോലെ ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ബ്രീത്തിങ്ങിന് നിങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ്. അപ്പൊ ബ്രീത്തിങ് നടക്കുന്നതിന് മടിയില്ല, അത് കൃത്യമായി നടക്കുന്നുണ്ട്. അതിനെ അറിയാനാണ് മടിയെങ്കിൽ അത് യഥാർത്ഥ മടിയല്ലല്ലോ, ആവശ്യമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് തള്ളിപ്പറഞ്ഞതല്ല, നിങ്ങൾക്കത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ, അതിന്റെ യഥാർത്ഥ ആ വശം ഇതാണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടക്കിടക്ക് പോവും, അതൊക്കെ സ്വാഭാവികമായ പ്രക്രിയയാണ്. ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത്ര തന്നെ. ഇപ്പൊ മെഡിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ കൊളാപ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുമല്ലോ. അപ്പൊ മെഡിറ്റേറ്റ് അത്രയും നിർബന്ധമാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് നമ്മുടെ വൈബ്രേഷനുകളെ, എന്താണ് ഈ വൈബ്രേഷൻ ഉയർത്തുന്നത് എങ്ങനെയാണ് മെഡിറ്റേഷനിലൂടെ
എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇത് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് കൃത്യമായി ഇത് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പല പല മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് നമുക്ക് ഗുണകരമായി മാറുന്നത് എന്ന് ആദ്യം അറിയണം. അതായത് നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്, നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ലളിതമായി പറഞ്ഞുതരാം, വലിയ കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാതെ പറയാം. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബോധവും അബോധവും ഉപബോധവും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മളാകുന്ന നമ്മളെ നിയന്ത്രിച്ച് നിർത്തുന്നത്, പ്രത്യക്ഷത്തിൽ അങ്ങനെ പറയാം, നമ്മളാകുന്ന നമ്മളെ നിയന്ത്രിച്ച് നിർത്തുന്നത് എന്തോ ഒരു അദൃശ്യ ശക്തിയാണെന്നും അതിന് നമ്മൾ പല രീതിയിൽ വിശ്വസിക്കുമ്പോഴും അത് മുഴുവൻ സംഭവിക്കുന്നത് ഒരു എനർജിയിൽ നിന്നാണ് എന്ന് പറയണം. നമ്മൾ ഊർജമാണ് എല്ലായിടത്തും ഉള്ളത്. ആ ഊർജത്തിന്റെ ഗതിവിഗതികൾ അനുസരിച്ചാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ഇത് മനസ്സിലാവുമല്ലോ. അതായത് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്ന, ജീവൻ എന്ന് പറയുന്ന സംഭവം ഏതോ ഒരു എനർജി അകത്തോട്ട് പോകുമ്പോൾ, ഏതൊന്നും ഞാൻ പറയുന്നില്ല, ഏതോ ഒരു എനർജി അകത്തോട്ട് പോകുമ്പോൾ അകത്ത് നിന്ന് ആ പോയ അതേ എനർജി എന്ന് പറയുന്നത് ഓക്സിജനോ, നിങ്ങൾ പറയുന്ന മൊത്തം ശ്വാസത്തെ വലിച്ചു കയറ്റുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം, ഒരു എനർജി അകത്ത് പോകുമ്പോൾ എവിടേക്കോ ചില പ്രവർത്തനങ്ങൾ നടക്കുകയും അതിൽ നിന്നും ഓക്സിജൻ നമ്മളെ വേർതിരിച്ചെടുക്കുകയും എന്നിട്ട് നമ്മുടെ മുഴുവൻ ശരീരത്തേക്ക് അത് ചലിപ്പിക്കാനുള്ള ഇന്ധനം ഓക്സിജനായി മാറുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രാണനെ നമുക്ക് എനർജി ആയിട്ട് എടുക്കാം. ഈ പ്രാണൻ അകത്തോട്ട് ചെല്ലുമ്പോൾ, പ്രാണൻ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവനുള്ളത്. പക്ഷെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകമുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിനാണ് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ആണ് ഇത് മുഴുവൻ ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ നിയന്ത്രിക്കുന്നത്. എഞ്ചിൻ എന്ന് പറയുന്ന സംഭവം ബ്രെയിൻ ആണ്. ആ ബ്രെയിനിൽ ഉണ്ടാകുന്ന, ഇപ്പൊ ശ്വാസം, ഓക്സിജൻ അകത്തോട്ട് എടുത്തു, അത് നിറഞ്ഞു, എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ശ്വാസം നമുക്ക് ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിനെ അകത്തോട്ട് എടുക്കണമെങ്കിൽ ബ്രെയിൻ തീരുമാനിക്കണം. ബ്രെയിൻ വിചാരിക്കണം. ബ്രെയിൻ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അത് അകത്തോട്ട് പോകുന്നു, അതിന് വേർതിരിച്ചെടുക്കുന്നു, ഓരോ ഭാഗങ്ങൾ വേർതിരിച്ചെടുക്കുന്നു. അത് തത്തുല്യമായ സംഭവങ്ങൾ ലോകത്തുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിനകത്ത് നിന്നാണ്. അതായത് ഞാൻ കൈ പൊക്കണമോ കാല് മറ്റേ കൈ പൊക്കണമോ ഒക്കെ തീരുമാനിക്കുന്ന ബ്രെയിനാണ്. അപ്പൊ ബ്രെയിനാണ് ഇത് മുഴുവൻ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാധനം. അപ്പൊ ബ്രെയിനും എനർജി ആയിരിക്കുമല്ലോ. ഈ എനർജിയെ നമ്മൾക്ക് കൃത്യമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് പൊക്കാൻ വേണ്ടി ബ്രെയിനിന് തീരുമാനിക്കുമ്പോൾ ബ്രെയിനിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശം റൈറ്റ് ഹാൻഡിലാണെങ്കിൽ പോകുന്നത് ഏതായിരിക്കും? റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ഇത് ന്യൂറോ സിസ്റ്റംസ്, അതായത് ബ്രെയിനിന്റെ മൊത്തത്തിൽ സിസ്റ്റമാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഞാൻ ലളിതമായി പറയുന്നതേ ഉള്ളൂ. അപ്പോ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ബ്രെയിനാണ്. അപ്പൊ ബ്രെയിൻ അതിവേഗം എന്താ പറയാ, വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ ചലിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ എനർജിയെ നമ്മൾ പല ഫ്രീക്വൻസികളായി തരംതിരിക്കാറുണ്ട്. അതായത് ബീറ്റ, ആൽഫ, ഗാമ, തീറ്റ, ഡെൽറ്റ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വേർതിരിക്കാറുണ്ട്. ഇത് സയൻസ്, പ്യൂർ സയൻസ്, ഫിസിക്സ് ആണ്. ഈ സാധനത്തെ വേർതിരിക്കാറുണ്ട്. നമ്മൾക്ക് ഒരു അല്ലെങ്കിൽ സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു സങ്കടം വരികയോ അല്ലെങ്കിൽ ദേഷ്യം വരികയോ ചെയ്യുമ്പോൾ എവിടെയാണ് ഏറ്റവും എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് സങ്കടം വരുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ നമ്മുടെ ഈ സാധനത്തിൽ വ്യത്യാസമുണ്ടാവും, ഏറ്റക്കുറച്ചിലുണ്ടാവും, അല്ലേ? ശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാകുന്ന അവസ്ഥയ്ക്കാണ് ഈ സങ്കടമോ ദുഃഖമോ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ദേഷ്യമൊക്കെ പറയുന്നത്. കൃത്യമായ രൂപത്തിലായിരിക്കില്ല അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വേണ്ട ഓക്സിജൻ കൂടുതൽ എടുക്കാൻ ശ്രമിക്കും, ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ നോക്കും. ഏതൊരാൾക്കും ദുഃഖം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകുമ്പോൾ കിതപ്പ് കൂടും, പെട്ടെന്ന് എടുക്കും. ഈ സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ബ്രെയിനിന്റെ ഫ്രീക്വൻസിയെ തീറ്റ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി സ്വസ്ഥതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ബ്രെയിൻ
ബ്രെയിൻ അല്ല, മൊത്തം നമ്മൾ നോക്കുന്നത് ലോ ഫ്രീക്വൻസി ബീറ്റ ഫ്രീക്വൻസിയിലാണ്. ബീറ്റയിൽ നിന്നും ആൽഫയിലേക്കും, ആൽഫയിൽ നിന്നും ഡെൽറ്റയിലേക്കും, ഡെൽറ്റയിൽ നിന്ന് തീറ്റയിലേക്കും പോകുമ്പോഴാണ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ സമാധാനം അവസ്ഥ എന്ന് പറയുന്നത്. ഈ സമാധാനാവസ്ഥയിലേക്ക് നമുക്ക് എപ്പോഴാണോ ബോധപൂർവം നമ്മുടെ ബ്രെയിനിനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നത്, ഈ പ്രക്രിയയാണ് മെഡിറ്റേഷൻ. അപ്പൊ മെഡിറ്റേഷൻ നമ്മൾ സ്വസ്ഥമായി ഇരിക്കാൻ പറയുന്നു, നമ്മൾ ബോധപൂർവം സ്വസ്ഥമായി ഇരിക്കുന്നു, ചിന്തകളെ ശ്രദ്ധിക്കാതിരിക്കാൻ പറയുന്നു. അപ്പൊ ചിന്തകൾ അതിന്റെ വഴിക്ക് പോകുന്നു, നമ്മൾ ചിന്തകൾ രണ്ടായി മാറുന്നു. ആ മാറുന്ന സമയത്ത് നമ്മുടെ ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. ഈ ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അതേ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ സമാധാനവും സംതൃപ്തിയും ഒക്കെ അവിടെ സംജാതം. ഇതൊക്കെ എവിടെയാണ് ശരിക്കും സമാധാനം, സംതൃപ്തി എന്നൊക്കെ പറഞ്ഞ എവിടെയുള്ള ഭാഗങ്ങളാണ്? നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണെന്നെല്ലാം അറിയാം. അപ്പൊ മനസ്സ് എപ്രകാരമാണോ സൃഷ്ടിക്കപ്പെടുന്നത്, അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ബ്രെയിനിലാണ് മനസ്സിന് നിയന്ത്രണം ഇരിക്കുന്നത് എന്ന് പറയും. പൂർണ്ണമായിട്ടും ഇല്ല, പക്ഷെ അങ്ങനെയാണ് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. ബ്രെയിനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നതെന്ന്. അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നും പറയാം. അങ്ങനെ വരുമ്പോൾ ആ മനസ്സ് സ്വസ്ഥമാവുകയും നമ്മൾ അവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിന് സന്തോഷം അനുഭവിക്കുകയും അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന തത്വം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാം. എന്താണ് ഈ ഫ്രീക്വൻസി ലെവൽ എന്നറിയണം. ഈ ഫ്രീക്വൻസി ലെവൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത്? ഈ ലോകത്തുള്ള, അതായത് പോയിന്റ് ഇങ്ങനെയാണ്, എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് എൻ എനർജി. അതായത് ഈ ലോകത്തിലുള്ള സകലതും എനർജിയിൽ നിർമ്മിതമാണെങ്കിൽ നമ്മുടെ ചിന്തകളും എനർജി ആയിരിക്കും, അല്ലെ? നമ്മുടെ വികാരങ്ങളും എനർജി ആയിരിക്കും, നമ്മുടെ ശരീരവും എനർജി ആയിരിക്കും. ഇതിൽ ആർക്കും തർക്കമില്ലല്ലോ, വളരെ ക്ലിയർ ആണ്. അപ്പോൾ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ശരീരവും എനർജി ആണെങ്കിൽ ഈ എനർജിയിൽ മാറ്റം ഉണ്ടാക്കിയാൽ ഇത് മൂന്നിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. ഇവിടെയാണ് നമ്മൾ കൃത്യമായി വർക്ക് ചെയ്യുന്നത്. എനർജി, അപ്പോ ഈ എനർജികളെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയിലാണ്. ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ്. അപ്പൊ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഘടകം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതായത് നമുക്ക് ലോ ഫ്രീക്വൻസി ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ഉണ്ട്. ഈ ഹൈ ഫ്രീക്വൻസിയാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ലോ ഫ്രീക്വൻസിയാണ് നമുക്ക് ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. നമ്മുടെ മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകത്തിൽ കുറച്ച് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, കാരണം അത് വളരെ വലിയ സബ്ജക്റ്റ് ആണ്. ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞില്ല. നമ്മൾ അതിനകത്ത് നമ്മുടെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നു. ഇതാണ് ഈ എനർജിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്. ഞാൻ അതിന്റെ ഒരു ചെറിയ രൂപം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. എന്താണ് ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് അറിയുക. കാണാം നിങ്ങൾക്ക്, അല്ലെ? എല്ലാവർക്കും കാണാമല്ലോ, ഫുൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു മിനിറ്റ്. ഓക്കെ, കാണാമല്ലോ, മാപ്പ് ഓഫ് കോൺഷ്യസ്നസ്. ഇത് നിങ്ങളെല്ലാം മെഡിറ്റേഷന്റെ മെഡിറ്റേഷനിലെ എനർജിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമമാണ്. എന്താണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ദുഃഖം, നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നതിന്റെ ഒരു കൃത്യമായ ഒരു ഭാഗമാണ് മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് സാധാരണ മനുഷ്യന്റെ ജീവിതം 4 ഡയമെൻഷനിലാണ് നടക്കുന്നത്. 4th ഡയമെൻഷനാണ് നമുക്കുള്ളത്. അത് 4 ഡയമെൻഷനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു ലോ ലെവൽ ആൾക്കാർ, അതായത് സങ്കടവും ദുഃഖവും ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ഭാഗങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ: മനസ്സ്, ശരീരം, ആത്മാവ്. ഈ 3 കാര്യങ്ങളെ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇവരുടെ വിഷയം എന്ന് പറയുന്നത് അവർ ജീവിതത്തിൽ നമ്മൾ മനസ്സൊരു വിസ്മയത്തിൽ ജേർണി ടു ഹാപ്പിനെസ് നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റാണ് 10 മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 10 മാലിന്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് 3rd ഡയമെൻഷനിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് അവർക്ക് എപ്പോഴും കുറ്റബോധം ഉണ്ടാവും, എപ്പോഴും നിരാശയുണ്ടാവും, എപ്പോഴും എന്താ പറയാ ഭയമുണ്ടാവും,
എപ്പോഴും അത്യാഗ്രഹമുണ്ടാവും, ദേഷ്യമുണ്ടാവും, അല്ലെങ്കിൽ എന്താ ഈഗോ ഉണ്ടാകും. ഇവർക്ക് ഏറ്റവും ലോ ലെവൽ ഫ്രീക്വൻസിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന പേര് വിക്ടിം എന്നാണ്. വിക്ടിം ആൾക്കാരായിരിക്കും അവരെല്ലാ കാര്യവും. അവരുടെ അവസ്ഥ ലോവർ ഈഗോ സെൽഫ്. അവരെ സ്നേഹിക്കേയില്ല. അവർക്ക് അവരെ പറ്റി ആലോചിച്ചാൽ ഒരു തരത്തിലും സ്നേഹമുണ്ടാവുകയില്ല. ഞാൻ വളരെ എന്തോ മോശപ്പെട്ട ഒരാളാണെന്ന് സ്വയം തീരുമാനിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും അവർ. നിങ്ങൾക്കിത് റിലവൻ്റ് ആയി തോന്നുന്നു ടൈപ്പ് ചെയ്തോളൂ. ഞാനും ഇതുപോലുള്ള ഒരാളാണ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. അതായത് എനിക്ക് എന്നോട് സ്നേഹമില്ല, എപ്പോഴും നരകതുല്യമായ ജീവിതമാണ്, എപ്പോഴും സങ്കടം, ദുഃഖം, സഹതാപം ഒക്കെ മാത്രമേ ജീവിതത്തിൽ പറയാനുള്ളൂ, ദേഷ്യവും ഒക്കെയാണ് ജീവിതത്തിൽ പറയാനുള്ളതെങ്കിൽ നിങ്ങളുടെ ഡയമെൻഷൻ 3rd ഡയമെൻഷൻ ആണ്. അതായത് എപ്പോഴും നമ്മൾ ലോവർ ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. 20 മുതൽ 199 വരെയുള്ള ഫ്രീക്വൻസി റേഞ്ചിൽ ജീവിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇവിടെ അങ്ങനെ ജീവിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും സങ്കടവും ദുഃഖവും സഹതാപവും ദേഷ്യവും ഒക്കെയാണ് ഇതുള്ളത് എന്ന് ഉള്ളവർ ഏറ്റവും കൂടുതൽ വ്യത്യാസപ്പെടുത്തണം എന്നുള്ളതാണ്. 3 ഡയമെൻഷനിലേ ജീവിക്കുള്ളൂ. അതായത് മനസ്സ്, ശരീരം, ആത്മാവ്. ഇത് 3-നപ്പുറത്തേക്ക് അവർക്ക് യാതൊരു ചിന്തയുമില്ല. അമ്പലത്തിൽ പോകും, ഭഗവാനോട് പറയും, അയ്യോ ഭഗവാനെ, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തന്നത് എന്തിനാണേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ മറ്റൊരു പറയും, നോക്കൂ ആ കാലമാടനെ കൊണ്ട് ഞാൻ പെട്ട് കഴിഞ്ഞു, അയാളുടെ ഒരു ഇന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരും. കൊല്ലം പരാതികളുടെ പരിഭാവം മാത്രമായിരിക്കും അവർക്കുണ്ടാവുക. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പരിഹാരം അവിടെ വിശദമായി തന്നെ ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഈ മെഡിറ്റേഷനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ഇത് മാറ്റണമെങ്കിൽ അറിവുകളും തിരിച്ചറിവുകളും ഉണ്ടാവുകണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തുമുള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് 4th ഡയമെൻഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് 4th ഡയമെൻഷനിലേക്ക് മിനിമം കയറി ചെല്ലണം. അവിടെ എന്താണ് 4th ഡയമെൻഷൻ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാത്തിനോടുമുള്ള അക്സെപ്റ്റൻസ്, അകത്ത് ചെറിയ വെളിച്ചം, അതായത് ജ്ഞാനോദയം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പുസ്തകത്തിൽ 7ാമത്തെ ചാപ്റ്ററാണ് ജ്ഞാനോദയം. അതുവരെ മറ്റതെല്ലാം പറഞ്ഞ് 6 ചാപ്റ്റർ പറഞ്ഞ് 7ാമത്തെ ചാപ്റ്ററാണ് ജ്ഞാനോദയം. ജ്ഞാനോദയത്തിൽ എത്തുമ്പോൾ ഇതോട് നിന്നു, ഇത്രയും കഴിഞ്ഞു. അതായത് ജ്ഞാനോദയം എന്ന് പറയുന്നത് ഇന്നർ വിസ്റ്റം എന്ന് പറയുന്ന പാട്ടാണ്. 440 ഫ്രീക്വൻസി വരെ എത്തും. ഈ സാധനത്തെ എത്തിക്കാനായിട്ട് 4th ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം കൂടി കൂടും. മനസ്സ്, ശരീരം, ആത്മാവ്, പിന്നെ ബാക്കി എന്താണ് ഒന്നാമത് കൂടുന്നതെന്ന് പറഞ്ഞു നോക്കിയ ആൾക്കാര് ടൈപ്പ് ചെയ്ത് നോക്കിയ 4ാമത്തെ ഡയമെൻഷൻ എന്തായിരിക്കും? മനസ്സ്, ശരീരം, ആത്മാവ്, പിന്നെ എന്തായിരിക്കും ഒരു സാധനം വരിക? ടൈപ്പ് ചെയ്ത് എത്ര ആൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ശ്വാസം അല്ല, നോ. മനസ്സ്, ശരീരം, ആത്മാവ്, പിന്നൊരു ഘടകം കൂടി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അതായിത്തീരുക. അതായത് സ്പിരിച്വാലിറ്റി, ആത്മീയത. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ വേഗം പോയിട്ട് അമ്പലത്തിലോ പള്ളിയിലോ പോയി തലകുത്തണ്ട. അതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആത്മീയത. ആത്മാവിനെ ആദ്യം അറിഞ്ഞു, ആത്മാവുണ്ടെന്നറിഞ്ഞു. പക്ഷെ ആത്മാവ് എന്തെന്നറിഞ്ഞില്ലെങ്കിൽ ആത്മീയതയില്ല. നമുക്ക് ആത്മാവ് ഉണ്ട് എന്നറിയാം, ആത്മാവിനെ അറിയുന്ന അവസ്ഥയ്ക്കാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മാവ് അല്ല ആത്മീയത. ആത്മാവിനെ അറിയുന്ന അവസ്ഥ. ആ ആത്മാവിനെ അറിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ, ആത്മാവിനെ വെച്ചാൽ അവനവനെ അറിയുക. ആ അവനവനെ അറിയുമ്പോൾ നമുക്ക് ആദ്യം അംഗീകരിക്കാനുള്ള ബോധം വരും, അക്സെപ്റ്റൻസിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടോ അകത്ത് വെളിച്ചം തെളിയും. ആഹാ, ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ, ഇത്രയേ ഉള്ളല്ലേ എന്നുള്ള ബോധം തെളിയും. ആ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇന്നർ വിസ്റ്റമാണ്.
നമുക്ക് ഇതൊക്കെ നമുക്ക് സുഖമായി ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്നുള്ള ഇന്നർ വിസ്റ്റം അവിടെ വരും. ആ ഇന്നർ വിസ്റ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇന്നർ ലവ് ആണ്. എല്ലാത്തിനോടുമുള്ള സന്തോഷം, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബോധം വരും. അങ്ങനെ സംഭവിച്ചോ? ഓക്കെ, നല്ലതാണ്. ഇങ്ങനെ സംഭവിച്ചോ? ആയിക്കോട്ടെ എന്ന അവസ്ഥയിലേക്ക് വരും ഇന്നർ ലവ്. അവനവനോടുള്ള പൂർണ്ണമായിട്ടുള്ള താതാത്മ്യപ്പെടൽ സംഭവിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം അവിടെ നിന്ന് മാറി നിൽക്കും. കാരണം എല്ലാത്തിനും നന്മയിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നത് മാത്രമാണ് സാധാരണ മനുഷ്യന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അതിലെത്തുമ്പോൾ നമുക്ക് പിന്നെ സങ്കടമില്ല, ദുഃഖമില്ല, സഹതാപമില്ല, കോപമില്ല, അസൂയയില്ല, അപകർഷതാബോധമില്ല, നാണക്കേട്, ഇതൊന്നുമില്ല. എൻലൈറ്റ്മെന്റ് അല്ല കേട്ടോ, ഇന്നർ ലവ് മാത്രമാണ്. എൻലൈറ്റ്മെന്റ് പിന്നെയും വലിയ പാതയാണ്. അത് 12ാമത്തെ ഡയമെൻഷനാണ്. ഞാൻ പറഞ്ഞ 4ാമത്തെ ഡയമെൻഷൻ എത്തിയാൽ തന്നെ സാധാരണക്കാരന് ജീവിക്കാൻ സ്വസ്ഥമായിരിക്കും. ഇതാണ് ജ്ഞാനോദയത്തിന്റെ പടവുകൾ എന്ന് പറയുന്നത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. കാരണം പിന്നെ നമ്മൾ അകത്തോട്ട് പോയിക്കൊണ്ട്, ഇതാണ് നമ്മൾ 2ാമത്തെ ഞാൻ പറഞ്ഞ ലെവൽ 1 മെഡിറ്റേഷൻ ലെവൽ 1ൽ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, ഫുൾ ആവുമല്ല, ആദ്യത്തെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അകത്തോട്ട് നോക്കുന്ന കല, ലുക്ക് ഇൻസൈഡ് ിലേക്കുള്ള കലയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും അറിയണം. എന്താണ് ചെയ്യുന്നതെന്നാണ്. കണ്ണടച്ചിരിക്കുന്നതല്ല മെഡിറ്റേഷൻ. മറ്റൊരു കാര്യം ഇതുപോലെ പറഞ്ഞു പോവാം. കുറേ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ, ഇത് ചെയ്തോളൂ, നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാജിക് സംഭവിക്കും. അങ്ങനെയൊന്നും ഈ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഫ്രീക്വൻസി അലൈൻ ചെയ്തെടുത്താൽ മാത്രമേ സംഭവിക്കുള്ളൂ. അല്ലാത്തൊരു സംഭവം നടക്കില്ല. കണ്ണടച്ചിരുന്നവന് എന്ത് നേടും എന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്താൽ എന്ത് നേടും എന്നൊന്നും ചിന്തകൾ വേണ്ട. 2020 വന്നു, അല്ലെങ്കിൽ ഹെൽത്ത് മെഡിറ്റേഷൻ തോന്നുന്നു, ഇവിടെ വന്ന് കയറിയിരുന്നു, അങ്ങനെ നേടുന്നൊന്നും അല്ല ഇത്. ഇത് കൃത്യമായി ആ സമയത്ത് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവരുടെ ചിന്തകൾ, ഇമോഷനുകൾ, അല്ലെങ്കിൽ അവരുടെ ചിന്തകളും വികാരവും പോസിറ്റീവായി മാറുമ്പോൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുക. അല്ലെങ്കിൽ എല്ലാവർക്കും വന്നിരിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമൊന്നും അല്ല ഇത്. ഇത് കണക്ട് ചെയ്യാത്തവർക്ക് സംഭവിക്കുകയുമില്ല. അപ്പോൾ പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഇത് അകത്താണ് മാറ്റപ്പെടേണ്ടത്. നമ്മുടെ എനർജി ലെവൽ മാറേണ്ടത് അകത്താണ്. ഈ അകത്ത് മാറ്റാനുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നമ്മൾ കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? നമ്മളുടെ അകത്തെ എനർജിയെ, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ വൈബ്രേഷനുകളെ വേണ്ട രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി. വേണ്ട രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ എങ്ങനെ പ്രതികരിക്കുന്നു, ഞാൻ പണ്ട് പഴയ ക്ലാസ്സിൽ പറയാണ്, നിങ്ങൾ ഒരു കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ മുമ്പിൽ 2 വാർത്തകൾ കാണുകയാണ്. നിങ്ങൾ 2 ഫോൺ ഉണ്ടെന്ന് കരുതിക്കോ. 2 ന്യൂസുകൾ നിങ്ങൾ കാണുകയാണ്. ഒരു ന്യൂസിൽ ഒരാൾ സങ്കടം കൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ന്യൂസ് കാണുകയാണ്. മറ്റൊരു ഇതിൽ നിങ്ങൾ കാണുകയാണ്, ഒരാൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ചിരിച്ച് കളിച്ചിങ്ങനെ ആടിപ്പാടി നടക്കുന്ന ഒരു വീഡിയോ കാണുക. മറ്റൊരാൾ അയ്യോ എന്റെ ജീവിതം പോയല്ലോ എന്നും പറഞ്ഞ് നിലവിളിക്കുന്നത്. ഇതിലേതിലാണ് നിങ്ങൾ കൂടുതൽ സമയം നോക്കി നിൽക്കുക? കാരണം ഈ കഥ ഇങ്ങനെയല്ലായിരുന്നു, മറ്റൊരു രൂപത്തിലാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ മാറ്റി പറഞ്ഞാണ്. ഇതിലേതിലാണ് നിങ്ങൾ കൂടുതൽ നോക്കുക? ഇപ്പൊ എന്റെ മുമ്പിലേക്ക് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. കാരണം അതാണല്ലോ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉത്തരേ പറയും. പക്ഷെ എന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയൊക്കെയാണ്, നിങ്ങൾ ഏതിലാണ് ഏറ്റവും കൂടുതൽ നിൽക്കുക? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ പറഞ്ഞ 2, അതായത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മിനിയാന്നൊരു സാധനം കമന്റ് ചെയ്ത് ഞാൻ കണ്ടു നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ഈ ഗ്രൂപ്പിനകത്ത്. അത് ഞാൻ മറ്റൊരു രൂപത്തിൽ പറയാം. നിങ്ങൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ്. ഇതാണ് നിങ്ങൾ ഏതാണെന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. നിങ്ങൾ ഏറ്റവും ലോ ഫ്രീക്വൻസിയിലാണോ ഉള്ളത്, ഹൈ ഫ്രീക്വൻസിയിലാണോ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായ മാർഗം ഇതാണ്. ഇതിലേതായിരിക്കും നിങ്ങൾ? എല്ലാവരും 2ൽ തന്നെ അല്ലേ? അതായത് ചിരിച്ചു പൊളിച്ച് നടക്കുകയാണല്ലേ? ആയിരിക്കും അല്ലേ? അപ്പോഴടുത്ത ഡയലോഗ് നിങ്ങൾ അകത്തുനിന്ന് വരും. ചിരിച്ചു കളിച്ച് നടക്കുമ്പോഴും അകത്തുനിന്ന് ഒരു സാധനം വരും. അതെന്താന്ന് പറയട്ടെ? അവൾ ഏത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നേ? അവളിട്ട മാല ഏതാ? അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ. അല്ലെങ്കിൽ അവളുടെ ചെരുപ്പ് എന്താ? വരുമോ ഇല്ലയോ?
സന്തോഷമൊക്കെ അവിടെയൊക്കെ ആവണം, കളിച്ച് രസിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ചിന്ത വരുന്നത് ഏതാന്ന്, യോ എനിക്ക് ഇങ്ങനത്തെ വാങ്ങിക്കാൻ പറ്റിയില്ലല്ലോ. ഉണ്ടാവുകയില്ലേ? ഉണ്ടാകും. ഇല്ലാത്തവരില്ല, ഉണ്ടാകും. നോക്കൂ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാന് ഉണ്ടാവും. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള അസൂയ അല്ലെങ്കിൽ സങ്കടം, കുറ്റബോധം എന്ന് പറയുന്ന സാധനം അത്ര കണ്ട് വിട്ടു പോവില്ല. മറ്റൊരു എൻലൈറ്റ്മെന്റ്, ഇപ്പൊ 500 റേഞ്ചിലൊക്കെ ഫ്രീക്വൻസിയിൽ എത്തിയ ആളെന്താ ചെയ്യാന്നറിയോ? ആഹാ, ഇത് അടിപൊളിയാണല്ലോ, കുറച്ചു നേരം കണ്ടിരിക്കാം. അവരവിടെ ഇട്ട ഡ്രസ്സിനെ കാണില്ല, അവരിട്ട മാലയെ കാണില്ല, അവിടെ ഇട്ട ഡ്രസ്സ് മറ്റെന്താ പറയാ, നമ്മളിപ്പോ ലിമിറ്റേഷൻ ഇല്ല പറയാനല്ല, യൂട്യൂബ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാതെ അവരാസ്വാദനം എന്താണ് അത് മാത്രമേ കാണുള്ളൂ. മറ്റ് വർണ്ണഭൂഷാദികൾ ഉണ്ടല്ലോ, അതൊന്നും അവർ കാണില്ല, ആസ്വാദനം മാത്രം കാണും. ആസ്വാദനത്തിൽ അവരും പങ്കുചേരും. മറ്റൊരു കൂട്ടൻ അയ്യോ കരയുന്നല്ലോ, എന്ത് പറ്റി, എന്താണോ ചെയ്യേണ്ടത്, അയ്യോ എന്തിനാണ് ഇവൻ കരയുന്നത്, അറിയുന്ന ആളെ അപ്പൊ തന്നെ വിളിക്കും, എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ഈ കഥ ഇങ്ങനെയല്ല പറയാറുള്ളത്. നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായ ഒരു കാര്യം പറയാം. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വീടിന്റെ തൊട്ടടുത്തുള്ള 2 വീടുകളിൽ ഒരു വീട്ടിൽ നിലവിളിയും ഒച്ചപ്പാടും ബഹളവും കരച്ചിലുമാണ് ഉള്ളതും മറ്റൊരു വീട്ടിൽ പൊട്ടിച്ചിരിയും സന്തോഷത്തിന്റെ അലകളുമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് വീട്ടിലേക്ക് ആദ്യം എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ പോകും എന്നതാണ് ചോദ്യം. ശരിക്കും ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത്, ഏത് വീട്ടിലേക്കായിരിക്കും നിങ്ങൾ പോകും എന്ന് പറഞ്ഞു നോക്കിയേ. ഒരു വീട്ടിൽ ഭയങ്കര സങ്കടവും ദുഃഖവും സഹതാപവും ഉള്ള വീടാണ് ഒന്നാമത്തെ വീട്. ഭയങ്കര ഒച്ചപ്പാടും നിലവിളിയൊക്കെ കേൾക്കാം. രണ്ടാമത്തെ വീട്ടിൽ അവർ പൊട്ടിച്ചിരിച്ച് കളിച്ച് രസിച്ച് പോകുന്നുണ്ട്, കുട്ടികളൊക്കെ ആർത്ത് വിളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വീട്ടിലേക്ക് പോകും? ഒന്നാമത്തെ വീട്ടിലേക്കല്ലേ പോകുള്ളൂ, അല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മാറും. സ്വാഭാവികമായും മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇമോഷനുകൾ മാറില്ല എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരോട് ഞാൻ ഇന്നലെ എൻ്റെ അഡ്മിന്മാരോടും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള കോച്ചിലെ ആൾക്കാരോട് പറഞ്ഞത്, മാറണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ശ്രദ്ധിക്കാതിരിക്കാതിലേക്ക്, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മാറാൻ പറ്റും. കരയുന്ന വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആകർഷിക്കുന്നത് ഏതിനെയാണ്? സങ്കടത്തെയാണ്. നമ്മൾ ഏത് ഡയമെൻഷനിലാണ് ജീവിക്കുന്നത്? 3rd ഡയമെൻഷനിലാണ്. 3rd ഡയമെൻഷൻ ജീവിക്കുന്നതിന് എങ്ങനെ മുകളിലോട്ട് പോകാൻ പറ്റും? ഇത് മാറണമെങ്കിൽ ബോധപൂർവമായ പ്രവർത്തനം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മെഡിറ്റേഷനും ഈ മനസ്സിനെ പാകപ്പെടുത്തുന്ന ജ്ഞാനോദയത്തിന്റെ പടവ്, അല്ലെങ്കിൽ ഈ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന വാക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ജേർണി ടു ഹാപ്പിനെസ് ഒക്കെ പഠിച്ചു എന്നൊക്കെ കരുതുന്ന ആൾക്കാരോടൊക്കെ വീണ്ടും പറയാണ്, മനസ്സിലാക്കിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല, പ്രാക്ടീസ് ചെയ്യണം. ദേ വന്നു എൻ്റെ മുമ്പിൽ ഒരു കരച്ചില്. ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഒരു മെമ്പർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ട്. സങ്കടത്തോടെ ഉള്ള ഒരു വീഡിയോ ആണ്. അവർക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. നമുക്കറിയാം, മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു സങ്കടം ഉണ്ടാവും. നിങ്ങൾ അന്ന് ഇതുവരെ ഞാൻ നോക്കിയതാണ്, ഇതുവരെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയാതിരുന്ന ആൾക്കാരടക്കം അയ്യോ എന്ത് പറ്റിയ ദൈവമേ, പെട്ടെന്ന് സുഖാട്ടെ, എന്താണ് പറ്റിയതെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. എന്തെങ്കിലും മാറ്റം ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടിക്ക് ആ കരച്ചിൽ കൊണ്ട് ഉണ്ടാകും? ഈ കരച്ചിൽ അവർ പ്ലേ ചെയ്ത് കേട്ടാൽ അവർക്ക് എന്താ സന്തോഷം ഉണ്ടാവുക, സമാധാനക്കേടാ ഉണ്ടാവുക? അവിടെ അവർക്ക് കരച്ചിൽ കൂടുതൽ കരയാനല്ലേ തോന്നുള്ളൂ. അയ്യോ അല്ലെങ്കിൽ ഒരാൾ തിരിച്ച് നമ്മൾ കേൾക്കാണ് കരച്ചില്. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഒരാള് അയക്കുന്ന കരച്ചിലിന്റെ ശബ്ദം കേൾക്കാൻ, അയ്യോ ദിനേശ നീ ഹോസ്പിറ്റലിൽ പോയോ, എന്ത് പറ്റി, അയ്യോ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചാൽ അത് കേൾക്കുമ്പോ ആഹാ കൊള്ളാലോ, എന്നെ പറ്റി കരയുന്നുണ്ട് ഒരാൾ കേട്ടോ, ഞാൻ സന്തോഷം കമോൺ കരം എന്ന് പറയോ അല്ല അയ്യോ എന്നാവോ? ഇതൊന്ന് ചിന്തിച്ചുകൂടെ? എന്താണ് ഈ സമാധാനിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ? സങ്കടത്തെ കൂട്ടുകയാണോ സമാധാനിപ്പിക്കൽ? ഞാൻ അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു, കുറെ ആൾക്കാർ മെസ്സേജ് കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് റെഡിയായി വരും കേട്ടോ എന്ന് പറഞ്ഞ ആൾക്കാർ. ഇതല്ലേ യഥാർത്ഥത്തിൽ ആവശ്യം? എത്ര പേര് ഇത് പറഞ്ഞു? എന്താണ് നിങ്ങൾ പഠിക്കണേ? ഇവിടെ വന്നിട്ട് വൈകിട്ട് ഇരുന്നിട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്?
ഞാൻ ഓരോ ആളെയും നോക്കി വെച്ചു, ഞാൻ എല്ലാം. എന്നിട്ട് എന്റെ അഡ്മിന്മാരും നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വിളിച്ചു, സാറേ ഒന്ന് സമാധാനിപ്പിക്കുക സാർ. ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാൻ, ആ കുട്ടീന് എന്താ സംഭവിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടി അപ്പോ സംഭവിക്കുന്നതിന് മുമ്പും അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാൻ സമാധാനിപ്പിക്കേണ്ടതല്ല, സമാധാനിപ്പിക്കുന്ന വാക്കുകൾ അവിടെ അല്ല വേണ്ടത്. അവരെ ഹോസ്പിറ്റലിൽ ആ പ്രോസസ്സ് കഴിഞ്ഞ് പുറത്തു വരും, അത് ഉറപ്പാണ്. യാതൊക്കെ എനിക്ക് ഉറപ്പാണ്. ഹോസ്പിറ്റലിൽ ചെറിയൊരു ആക്സിഡന്റ് ആണ്, 2 ദിവസം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല സംസാരിക്കുന്നത്. പുറത്തു വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. നടന്നു പോകുന്ന വഴിയിൽ കാല് മാറി നടന്നു പോകുമ്പോൾ കാല് തിരിഞ്ഞു പോകും, എളുപ്പമാണ്, സ്വാഭാവികമല്ല. അവിടെ വെച്ചിട്ട് ഒച്ചപ്പാടും ഇളക്കിയിട്ട് കാര്യമൊന്നുമില്ല, അത് ശരിയാവും കാല് എന്ന് മാത്രം. എല്ലാം ശരിയാവും. ശരിയാവാത്ത പ്രോസസ്സുകളൊന്നും ഇല്ല ഈ ലോകത്ത്. അപ്പോ ഇതൊന്നും മനസ്സിലാക്കുക. ഞാൻ എന്നിട്ട് മിണ്ടാതിരുന്നത്, കാരണം എനിക്ക് ആ ആളെ അറിയാം, ഞാൻ അവിടെ സമാധാനിപ്പിക്കേണ്ട വാക്കെന്താണെന്ന് എനിക്കറിയാം. പക്ഷെ അത് അവിടെയല്ല ഞാൻ പറയേണ്ടത്. അതിന് എനിക്ക് സമയമുണ്ട്, സന്ദർഭമുണ്ട്. ഞാനത് അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു. ആ ബ്ലെസ്സിങ്, അവർക്കുള്ള ബ്ലെസ്സിങ് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു. അവർക്കത് ഹീൽ ചെയ്യിക്കുള്ളൂ ഇവിടെ. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ഫ്രീക്വൻസി എങ്ങനെയാണ് മാറുന്നത്, എങ്ങനെയാണ് ഫ്രീക്വൻസി. അതുകൊണ്ട് നമ്മുടെ എല്ലാ മെഡിറ്റേഷന്റെയും എവറി മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഒറ്റ തത്വത്തിൽ ബേസ് ചെയ്തിട്ടാണ്, ഫ്രീക്വൻസിയിൽ തന്നെയാണ്. ഹൈ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ വൈബ്രേഷൻസ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമാണ് നമ്മുടെ അടിസ്ഥാന തത്വം എന്നറിയുക. മറ്റെല്ലാ കാര്യങ്ങളും അതിനകത്ത് അടിസ്ഥാനപ്പെടുത്തിയാണ് മുമ്പിലോട്ട് പോകുന്നപ്പോൾ നിങ്ങൾക്കിതും അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ച് ചെയ്യാനുണ്ടെങ്കിൽ മെഡിറ്റേഷൻ മാത്രം ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള കോഴ്സുകൾ ചേർന്നിട്ട് പഠിച്ച് മനസ്സിലാക്കണം, ഇത് എങ്ങനെയാണ് മാറുന്നത്, അകത്ത് എങ്ങനെയാണ് എനിക്ക് മാറ്റം ഉണ്ടാവുന്നത്, എന്താണ് വൈബ്രേഷൻ, എന്താണ് ബ്രെയിൻ്റെ ഫ്രീക്വൻസി, എങ്ങനെയാണ് ഫ്രീക്വൻസി നടക്കുന്നതൊക്കെ ഇതൊക്കെ ഞാൻ ഇനിയിപ്പോ ജീവിത വിജയ രഹസ്യം എന്ന കോഴ്സിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത്രയും ഉൾപ്പെടുത്താൻ പറ്റും അത്രയും ഉൾപ്പെടുത്തി ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പ്രാക്ടീസാണ്, ആ കോഴ്സ് മുഴുവൻ പ്രാക്ടീസ് ആയിരിക്കും. അതുകൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ നോക്കാം. ആ കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ജേർണി ടു ഹാപ്പിനെസ്സും കൂടി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ വെറുതെ ഇരുന്നത് കൊണ്ട് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അതും കൂടി ഒന്ന് പറഞ്ഞു പോകണം. സാറേ, എനിക്ക് സാറിന്റെ ക്ലാസ് കയറിയിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല സാറേ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്തത്? സാറേ 2020 മെഡിറ്റേഷൻ ചെയ്തു, വെൽത്ത് മെഡിറ്റേഷൻ ചെയ്തു, അല്ലെങ്കിൽ മറ്റു മെഡിറ്റേഷൻ, ഡെയിലി മെഡിറ്റേഷൻ അല്ല, ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടി? സാറ് ആ വോയിസ് മ്യൂസിക് ഇട്ടത് കേട്ടിട്ട് ഞാൻ ഇരുന്നു, ആ ഫുള്ളായിട്ട് അത്ര തന്നെ സമയം ഇരുന്നു സാറ് വോയിസ് മ്യൂസിക് ഇട്ടത് കേട്ടിട്ട്. വല്ല മറ്റുണ്ടാവോ? മ്യൂസിക് മാത്രം കേട്ട് കഴിഞ്ഞാൽ വല്ല മറ്റുണ്ടാവോ? നമ്മുടെ 2020 മെഡിറ്റേഷൻ ഇപ്പൊ 8ാമത്തെ ബാച്ച് പോലെ പോകുന്നു. 1ാമത്തെ ബാച്ച് മുതൽ 8ാമത്തെ ബാച്ച് വരെ പങ്കെടുക്കുന്ന ആള് ഇവിടെ ഉണ്ട്. അവരോട് ഇന്ന് നിങ്ങൾ എഴുതിയ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോങ്ങേ പറയും. ശരിയായ ഇന്റൻഷൻ പോലും കറക്റ്റ് എഴുതില്ല. ഇതെവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? ബോധത്തിൽ. ആ ബോധത്തിൽ മാറ്റം വരാത്തവർ എങ്ങനെയാണ് മെഡിറ്റേഷൻ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കുക? മെഡിറ്റേഷൻ കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രവർത്തനം ഇല്ലാതെ നടക്കില്ല. അപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്നതോടൊപ്പം, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മെഡിറ്റേഷനും മുമ്പ് എന്തിനാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ തത്വം, അല്ലെങ്കിൽ 2020 എന്താണ്, വെൽത്ത് മെഡിറ്റേഷൻ എന്താണ്, അന്ന് വിശുദ്ധമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ മെഡിറ്റേഷനിൽ കിടക്കാറുള്ളൂ. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആയി ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, ലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. അല്ലെ മെഡിറ്റേഷൻ മാത്രം ചെയ്തത് കൊണ്ട് ഗുണമുണ്ടാവില്ല. മെഡിറ്റേഷനോടൊപ്പം മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടെ ചെയ്യേണ്ട സാധനമാണ് മെഡിറ്റേഷൻ. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുകയും അതോടൊപ്പം തന്നെ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം അറിവ് ഉണ്ടാവണം. അറിവ് നേടുകയും അതിനെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനം. ഇപ്പൊ നമ്മൾ മിറാക്കിൾ മോർണിംഗ് ചെയ്തപ്പോൾ വളരെ കൃത്യമായി തന്നെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും ഭയങ്കര രസമുള്ള കാര്യമുണ്ട്. ഇന്ന് നാളെ ഞാൻ പിടിക്കണ്ട എല്ലാവരും. ഒരു 25% ആൾക്കാർ ഇപ്പോഴും ഒരു അനക്കമില്ല. പൈസ തന്നിട്ടുണ്ട്, ക്ലാസ്സിൽ കയറിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നുണ്ട്. 25% ആൾക്കാർക്ക് ഒരു അനക്കവും ഇല്ല. ഞാൻ പറഞ്ഞത് അതിന് വെറുതെ നിങ്ങൾ കയറി വരണ്ട, ചെയ്യുമെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. 100 സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ, ഞാൻ പറഞ്ഞു തരും. എനിക്കറിയില്ലേ, ഞാൻ എൻ്റെ ഗുരുക്കന്മാരോട് പോയി ചോദിക്കും, എന്താണിത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് സംഭവിക്കുക എന്ന് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് നമുക്ക് യാത്ര സുഖകരമായി പോകാൻ സാധിക്കുന്നത്.
എന്ന് മാത്രം ഓർമ്മിക്കുന്നു. എല്ലാവരെയും വീണ്ടും പറയുന്നു, ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. മെഡിറ്റേഷൻ രാവിലെ മെഡിറ്റേഷൻ എഴുന്നേക്കാൻ മടിയുള്ളവരോട് ആദ്യത്തെ പ്രക്രിയ ആ മടിയെ എടുത്തു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ലോക്കറിൽ ഇട്ടിട്ട് പൂട്ടിക്കളയുക. എന്നിട്ട് എഴുന്നേറ്റ് വരിക. എഴുന്നേക്കാൻ പറ്റാത്തവർ ആരും ഈ ഭാഗത്തുണ്ടാവില്ല, എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് 5:30 മണിക്കത്തെ രാവിലത്തെ മെഡിറ്റേഷൻ പങ്കെടുക്കുക. ഇല്ല എന്ന് കരുതരുത്. താങ്ക് യു വെരി മച്ച്. ഡെയിലി ചെയ്യുന്നു മിറാക്കിൾ 105. ഓക്കെ, എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, പക്ഷെ സൂം ക്ലാസ്സിൽ പറഞ്ഞത് തീരില്ല. അതുകൊണ്ട് പറയുന്നത് മറ്റു വോയിസ് അയച്ചോളൂ ബോബിത, കുഴപ്പമില്ല. സാർ എനിക്ക് ജൂൺ 10-ന് 20 സെന്റ് സ്ഥലവും വീടും വാങ്ങാൻ ആഗ്രഹമുണ്ട്. നടക്കട്ടെ, നല്ല കാര്യം. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ വീണ്ടും ഈ സെഷൻ കാണുക, മെഡിറ്റേഷനെ പറ്റി കൂടുതൽ അറിയുക. താങ്ക് യു വെരി മച്ച്. ആർക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ളവർ മാത്രം സംസാരിച്ചോളൂ. മാധവേശ്വർ, എന്താ നിങ്ങളുടെ പേര്? സംസാരിച്ചോളൂ. മാധവ് മഹേശ്വർ, സംസാരിച്ചോളൂ. സാറേ, ആ. ഞാൻ മുമ്പേ നോക്കിയപ്പോ അൺമ്യൂട്ട് ആകുന്നില്ലായിരുന്നു. ആ. കേക്കാവോ സാറേ? പറഞ്ഞോളൂ. ഞാൻ പുതിയ ആളാണ്. എനിക്ക് മെഡിറ്റേഷനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ യൂട്യൂബ് കണ്ടിട്ട് കയറിയതാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, മെഡിറ്റേഷനെ പറ്റി ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ട്. മെഡിറ്റേഷനെ പറ്റിയല്ലേ ഞാൻ ഇത്രയും സമയം പറഞ്ഞത്? അല്ല, അത് 2020 ഹെൽത്ത് മെഡിറ്റേഷൻ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതൊക്കെ ഓരോ കോഴ്സുകളായിട്ട് വരും. രാത്രി നമ്മൾ 10 മണിക്ക് മാറി മാറി വരും. ഇന്നിപ്പോ ഉള്ളത് പൗർണമി മെഡിറ്റേഷൻ ആണ്. ഇതിൽ ജോയിൻ ചെയ്തോളൂ ആദ്യത്തെ തന്നെ. ഇപ്പൊ 10 മണിക്ക് നടക്കും. ഇന്നത്തെ ഒരു ദിവസത്തെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തോളൂ. അതെ, ജോയിൻ ചെയ്യാം. ഇന്നത്തെ മെഡിറ്റേഷൻ ചെയ്തോളൂ. അഡ്മിൻ വിളിച്ചിട്ട് മൂൺ മെഡിറ്റേഷൻ തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ കുറച്ചും കൂടി പഠിക്കാം, പ്രാക്ടീസ് വയ്ക്കാം. ഓക്കെ, ജോയിൻ ചെയ്യാൻ ഞാൻ പൈസ ഇതടച്ചു. അതെങ്ങനെയാ കേറുന്നത്? അത് ലിങ്ക് വരും. നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പൈസ അടച്ചെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന ഞാൻ കേറി. അപ്പൊ ലിങ്ക് വരും കേട്ടോ. ലതാംബിക എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ശരി, ഓക്കെ, താങ്ക് യു സാർ. ലതാംബിക എന്താ പറയാനുള്ളത്? പറഞ്ഞു. സാറേ, ഞാൻ 2-3 പ്രാവശ്യം മറിഞ്ഞു വീഴുന്നു. എനിക്ക് എങ്ങനെയാ ഞാൻ വീഴുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ലപോലെ മറിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷെ കൈക്കും കാലിനും ഒന്നും വലിയ കുഴപ്പമൊന്നും പറ്റുന്നില്ല. ഇന്ന് ചെറുതായിട്ട് കൈയുടെ ഒരു വിരല് ഈ സൈഡ് കാല് ഒക്കെ മെഡിറ്റേഷൻ സമയത്ത് നോക്കാം. ശരി. ഇന്ന് മൂൺ മെഡിറ്റേഷനകത്ത് ഉണ്ട്. ഓക്കെ, രാവിലെ നോക്കാം സമയം. ശരി, മറ്റാർക്കും ഒന്നും പറയാനില്ലല്ലോ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് രാവിലെ 5:30 മെഡിറ്റേഷന് പങ്കെടുക്കാൻ സാധിക്കില്ലേ? നിങ്ങൾ പങ്കെടുക്കണ്ട. എനിക്കിപ്പോ എന്താ പറയാ, ഞാനിപ്പോ അതിന് ഞാനെന്താ മറുപടി പറയുക? എനിക്ക് ഡ്യൂട്ടിക്ക് പോവേണ്ട. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഉള്ളത് 8:30 മണിക്കാണ്. 2 മെഡിറ്റേഷൻ നമുക്കുള്ളൂ. അതിൽ കൂടുതലാകുമ്പോൾ എനിക്കും പണിക്ക് വേണ്ടേ, എനിക്കും ജോലിക്ക് വേണ്ടേ. മെഡിറ്റേഷൻ പിന്നെ നിങ്ങൾക്ക് സെൽഫ് മെഡിറ്റേഷൻ ചെയ്യാം. നമ്മുടെ ആപ്പിൽ സെൽഫ് മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് 6-7 മെഡിറ്റേഷൻ ആപ്പിലുണ്ട്. അത് ചെയ്യാം. അത് ചെയ്താലും മതി. ഒറ്റക്ക് കിട്ടില്ല. വേണമെങ്കിൽ നിഷ കണ്ണനൊന്ന് ബന്ധപ്പെട്ടോളൂ, അഡ്മിനെ ബന്ധപ്പെട്ടോളൂ. അവർ പറഞ്ഞു തരും കേട്ടോ, മറ്റു കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, മൂകാംബിക പോയി തിരിച്ചെത്തി, സന്തോഷം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ ഇന്നത്തെ 10 മണിക്ക് ഒരു 9:55 ആകുമ്പോഴേക്ക് എല്ലാവരും കയറിക്കോളൂ. ആർക്കും ജോയിൻ ചെയ്യാനുണ്ട് ഇപ്പൊ ജോയിൻ ചെയ്തോളൂ, സമയമുണ്ട്. ഫുൾ മൂൺ പൗർണമി മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാന്നുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിഷ ഇപ്പൊ ഇതിന് ജോയിൻ ചെയ്യാലോ, 10 മണിക്ക് തന്നെ. നിഷയ്ക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാലോ. 1 ഡേ തന്നിട്ട് പിന്നെ ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമല്ലോ. ആ റെക്കോർഡിംഗ് എടുത്ത് കുറേ ദിവസം ചെയ്യാലോ. ഓക്കെ, ശരി. താങ്ക് യു ആൾ.